Hi, my dear friends. എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് IAS, IPS, KS തുടങ്ങിയ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികളെ അവരുടെ UPSC എന്ന അല്ലെങ്കിൽ KS എന്ന സ്വപ്നം നേടാൻ വേണ്ടി അവർ ചെയ്യേണ്ട, അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു 5 കാര്യങ്ങളെ കുറിച്ചാണ്. 5 കാര്യങ്ങളാണ് പറയുന്നതിന് കൂടെ ഒരു ബോണസ് ആയിട്ട് എക്സ്ട്രാ ഒരു കാര്യം കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പഠനം നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്, പഠനം മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. ഇല്ലെങ്കിൽ 5 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ നിർബന്ധമായിട്ടും. എങ്കിലേ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും അത് നേടിയെടുക്കാനും പറ്റുള്ളൂ. കാരണം പല ആളുകളും ഒരുപാട് വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അവർക്ക് ഒരുപാട് പഠിക്കുന്നുണ്ടാവും, പക്ഷെ ഒരിക്കലും അവർക്ക് പ്രിലിംസ് പോലും ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ പല സമയത്തും കാണാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക, പ്ലാനിങ് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, UPSC പഠനം നേടാം. UPSC പഠനം ഈസി ആയിട്ട് പഠിക്കാനും UPSC നേടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് UPSC, KS തുടങ്ങിയ മത്സര പരീക്ഷകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫ്രീ മെറ്റീരിയൽസും അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ക്ലാസ്സുകളും മെറ്റീരിയൽസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്നോട് നേരിട്ട് കാര്യങ്ങൾ, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ തന്നെ നമ്മൾ ഓൾറെഡി ഫ്രീ ക്ലാസ്, UPSC ഫ്രീ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്ജക്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. UPSC ലൈവ് ഫ്രീ ക്ലാസ് ആണ് ഉണ്ടാവാറ്. എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് ലൈവ് ഉണ്ടാവുന്നത്. ഇന്ന് നിങ്ങൾക്ക് ലൈവ് ഉണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലിലൂടെയാണ്. ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ എന്നൊന്ന് നോക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് ഞാനൊരു സ്ലൈഡ് ഷെയർ ചെയ്യാം. UPSC ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഞാനൊരു എക്സ്ട്രാ പ്ലസ് ഒരു കാര്യം കൂടി ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, UPSC നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണോ നിങ്ങൾ എങ്കിൽ നിർബന്ധമായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് UPSC. UPSC യെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. UPSC യെ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് എങ്ങനെ UPSC പഠിക്കാൻ പറ്റുക? പല ആളുകളും പറ്റുന്ന ഒരു മിസ്റ്റേക്സ് എന്ന് പറയുന്നത് അതാണ്. UPSC എന്താണെന്ന് മനസ്സിലാക്കാതെ അവരെന്തൊക്കെയോ കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്. അപ്പൊ UPSC ഏത് എക്സാം എഴുതാൻ പോവാണെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ. എക്സാം എഴുതാൻ പോകുമ്പോൾ എന്താണ് എക്സാം എന്നുള്ളത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ UPSC യെ മനസ്സിലാക്കാൻ നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സിലബസ് ആണ്. സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സിലബസ് വായിക്കുക എന്നുള്ളതിനപ്പുറം സിലബസ് പല ആളുകൾ അനാലിസിസ് നടത്തിയിട്ടുണ്ടാവും. അതൊക്കെ എടുത്ത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് പഠിക്കാനുണ്ട് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എന്ത് പഠിക്കാൻ. അപ്പൊ ആ സിലബസിന് പുറത്ത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. സിലബസിലുള്ള കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യണമാണ്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യാൻ നിർബന്ധമായിട്ട് സിലബസ് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അണ്ടർസ്റ്റാൻഡ് UPSC തന്നെ വരുന്ന കാര്യമാണ്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ, അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ UPSC ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കും, പഠിച്ച കാര്യങ്ങൾ എന്ത് പഠിക്കാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കാം നിങ്ങൾ അറിയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൂടെയാണ്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻ അവിടെ ഉള്ളത്, ഒന്ന് മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇന്റർവ്യൂവിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അത്രത്തോളം അത് പുറത്ത് വിടാത്തതുകൊണ്ട് എന്തായിരിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല. അത് ടോപ്പേഴ്സിന്റെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കാം. ആ മെയിൻസും പ്രിലിംസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക. മെയിൻസിന്റെയും പ്രിലിംസിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് കമ്പാരിസൺ ആയിട്ട് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. ആ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു PDF അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതെടുത്ത് അത് കൊണ്ടുപോകേണ്ടത് പഠനത്തിന്റെ കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തു പോകുന്ന രീതിയിലേക്കാക്കാം. മിനിമം ഒരു ദിവസം എന്ത് ചെയ്യും, 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രിലിംസിന്റെയും 10 മെയിൻസിന്റെയും ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാ സമയത്തും പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ചെയ്തു പോകാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു സ്മാർട്ട് സ്റ്റഡി ആയിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് UPSC മനസ്സിലാക്കുക ടോപ്പേഴ്സിന്റെ എക്സ്പീരിയൻസ് ആണ്. ടോപ്പേഴ്സ് അവരവരുടെ എക്സ്പീരിയൻസ്, മിസ്റ്റേക്സ്, അവർ അപ്ലൈ ചെയ്ത കാര്യങ്ങളൊക്കെ അവരും പല വീഡിയോസിലൂടെ അറിയിക്കുന്നുണ്ടാവും. അത് നമ്മൾ ഇടയ്ക്കൊക്കെ കാണുക. അതൊരു മോട്ടിവേഷൻ കിട്ടാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അത് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാനും പറ്റുന്നതാണ്. അപ്പൊ ഏതൊരു എക്സാമിലേക്ക് ഇറങ്ങുമ്പോഴും ഒന്നാമത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ എക്സാം മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് UPSC. UPSC യെ വ്യക്തമായിട്ട് മനസ്സിൽ ആക്കിയ ഒരാൾക്ക് പഠനം വളരെ ഈസി ആയിരിക്കും. അയാൾ ഔട്ട് ഓഫ് സിലബസ് പഠനം മുന്നോട്ട് കൊണ്ടുപോകാതെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി, വ്യക്തമായ ടാർഗറ്റോട് കൂടി അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റുന്നതാണ്. അതാണ് ഒന്നാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് എനിക്ക് തോന്നുന്ന കാര്യം, അണ്ടർസ്റ്റാൻഡ് UPSC എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കൂടെ UPSC മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു മെന്ററെ കാര്യം കൂടി ഹെൽപ്പ് ചെയ്യും. കാരണം മെന്റർ എന്ന് പറയുന്നത് ഓൾറെഡി ഒന്നെങ്കിൽ UPSC കിട്ടിയ ആളാണെങ്കിൽ, ക്രാക്ക് ചെയ്ത ആളാണെങ്കിൽ, അല്ലെങ്കിൽ UPSC മെയിൻസും ഇന്റർവ്യൂ ഒക്കെ എത്തിയ ആളാണെങ്കിൽ എന്ത് ചെയ്യാണ്, അതുപോലെ തന്നെ ഇതിനെ ടീച്ച് ചെയ്യുന്ന ആളുകളൊക്കെ, ട്രെയിനേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് UPSC അവര് വർഷങ്ങളായിട്ട് അവർ ടീച്ചിങ്ങിന്റെയും അതുപോലെ തന്നെ അവര് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ അവരെ ഒരു സഹായവും കൂടി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ഈസി ആക്കാൻ പറ്റും. നിങ്ങൾക്ക് മെന്റർ ആയിട്ട് ആരൊക്കെ ഉപയോഗപ്പെടുത്താം, ഒന്നെങ്കിൽ UPSC ടോപ്പേഴ്സിനെ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ അത് മെയിൻസ് ഇന്റർവ്യൂ എത്തിയ ആളുകൾ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ അത് ട്രെയിനിങ് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടുത്താം.
ഇത്തരത്തിൽ ആളുകൾ ഒന്നും നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അതിൽ ഞാൻ നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മെന്ററിങ് തരുന്നുണ്ട്. അപ്പൊ അത് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, UPSC കൂടുതലായിട്ട് മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സും കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനൊക്കെ പറ്റും. ഇൻഡിവിജ്വൽ മെന്ററിംഗ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം അവസാനം പറയുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ, രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് UPSC പഠനം നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ PCM ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിലിംസ് കം മെയിൻസ് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് സൂമിലൂടെയാണ് ക്ലാസ് നടക്കുന്നത്. ഡെയിലി ക്ലാസ് ഉള്ള പ്രോഗ്രാം ആണ്. അതുപോലെ തന്നെ കംപ്ലീറ്റ് മെറ്റീരിയൽ, കംപ്ലീറ്റ് ടെസ്റ്റുകൾ എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ്, പ്ലസ് റെക്കോർഡഡ് വീഡിയോസും അൺലിമിറ്റഡ് വാലിഡിറ്റി ഉള്ള റെക്കോർഡഡ് വീഡിയോസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള നമ്മുടെ ഒരു PCM ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇവിടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഒരു ഓഫർ പ്രൈസിൽ ഇപ്പൊ പഠിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം, UPSC മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് സ്റ്റഡി ആൻഡ് സ്മാർട്ട് സ്ട്രാറ്റജി ആണ്. ഇപ്പൊ ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ എന്തൊക്കെ ഒരുപാട് മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും. പക്ഷെ മറ്റു ചിലർ കുറഞ്ഞ മണിക്കൂർ, വളരെ കുറഞ്ഞതല്ല എങ്കിലും ഒരു ആവശ്യമായ ഒരു മണിക്കൂറുകൾ മാത്രമാണ് പഠിക്കുന്നത്. പക്ഷെ അവർ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് സ്മാർട്ട് സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ സ്മാർട്ട് സ്ട്രാറ്റജിയാണ്. ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് സ്മാർട്ട് പ്ലാൻ ഉണ്ടാക്കുക, സ്മാർട്ട് സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്നുള്ളത്. തൊട്ട് കഴിഞ്ഞ ദിവസവും മുമ്പൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതും എടുത്ത് കണ്ടു നോക്കാം. അത് കൂടാതെ നിങ്ങളുടെ പ്രിപ്പറേഷനിലോട്ട്, പ്ലാനിങ്ങിലോട്ട് നിങ്ങൾ സ്മാർട്ട് പ്ലാനിങ് ആവാൻ വേണ്ടി ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് എന്തായാലും പഠിക്കണമല്ലോ, കംപ്ലീറ്റ് സബ്ജക്റ്റുകൾ അതിന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കണം, പ്ലാനിങ് ഉണ്ടാക്കണം. അതിന് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കുന്നതിന് കൂടെ എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. ഒന്നാമത്തെ കാര്യം സ്മാർട്ട് സ്റ്റഡി ആവാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം റെഗുലർ ആയിട്ട് മോഡൽ MCQs ചെയ്ത് നോക്കുക. നമ്മൾ എത്ര കാര്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, അത്രയും ബന്ധപ്പെട്ട MCQs, മോഡൽ MCQസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും രണ്ട് ചെയ്ത് നോക്കുക. അതിന് കൂടുതൽ ആൻസർ റൈറ്റിംഗ് കൊണ്ടുപോകുക. ഓക്കെ, നമ്മൾ ഒരുപാട് പഠിച്ചു പോകാന്നുള്ളതിൽ അപ്പുറം പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ വ്യക്തമായിട്ട് ആൻസർ ചെയ്യാമെന്നും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിന്റെ കൂടി കൊണ്ടുപോകണം. അതുപോലെ തന്നെ വ്യക്തമായ ഒരു പ്ലാനിങ് കൊണ്ടുപോകണം. ഓക്കെ, വ്യക്തമായ പ്ലാനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു സ്ട്രാറ്റജി, ഒരു 1 ഇയർ സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, ഒരു 1 ഇയർ സ്ട്രാറ്റജി, അത് നമ്മൾ എന്ത് ചെയ്യണം, മന്ത്ലി പ്ലാനിങ് ആക്കി ഡിവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ അതിനുശേഷം എന്ത് ചെയ്യണം, വീക്ക്ലി പ്ലാനിങ് ആക്കി ഡിവൈഡ് ചെയ്യണം. ഇത്തരത്തില് അതോ ഫസ്റ്റ് ഒരു 1 ഇയർ സ്ട്രാറ്റജി ഉണ്ടാക്കുക. ഒരു വർഷത്തേക്ക് ഞാൻ എത്ര ഘട്ടം ഘട്ടമായിട്ട് ഞാൻ ഇത് കവർ ചെയ്ത് തീർക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, 12 മാസം നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ 12 മാസത്തെയും ഞാൻ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായിരിക്കും എന്നുള്ളത് ഡിവൈഡ് ചെയ്യുക. ആ 12 മാസത്തിൽ ഒരു മാസത്തെ മാത്രം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ആ മാസത്തിലെ 4 വീക്ക് ആക്കി ഡിവൈഡ് ചെയ്ത് പ്ലാനിങ് തയ്യാറാക്കാം. ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ നമുക്കൊരു ടാർഗറ്റ് വെച്ചുകൊണ്ട് പഠിക്കാനും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, UPSC കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാനും പറ്റുള്ളൂ. ആ പ്ലാനിങ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, എല്ലാം പഠിക്കാൻ എന്തായാലും ഉൾപ്പെടുത്തല്ലോ. ഓപ്ഷൻസ്, GS സബ്ജക്ട്, ജനറൽ സ്റ്റഡീസ്, ഓപ്ഷൻ സബ്ജക്ട്, SAS, എത്തിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തും. അതിന്റെ കൂടെ അതിന്റെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, MCQs, ആൻസർ റൈറ്റിംഗ്, ഇത്തരം കാര്യങ്ങളൊക്കെ അതിന് ഉൾപ്പെടുത്തണം. അതിന്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തുന്ന വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ് റിവിഷൻ. ഞാനത് അടുത്തൊരു പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നത്. എനിക്ക് അത്രത്തോളം പ്രിപ്പറേഷനിൽ ഇമ്പോർട്ടന്റ് ആയി തോന്നിയ ഒരു കാര്യം ആയതുകൊണ്ടാണ് അതൊരു മൂന്നാമത്തെ പോയിന്റ് ആക്കി പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ആൻഡ് സ്മാർട്ട് സ്ട്രാറ്റജി എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം നോട്ട്സ് ആൻഡ് റിവിഷൻ ആണ്. അപ്പൊ നോട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ റിവിഷൻ, നോട്ട്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എടുക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ടോപ്പേഴ്സ് ഒക്കെ അത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് എടുത്ത് കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എത്ര പഠിക്കുകയാണെങ്കിലും എല്ലാ സബ്ജക്റ്റുകൾക്കും നിങ്ങളുടേതായ ഒരു നോട്ട് ഉണ്ടാക്കണം. ഈ നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗുണം എന്ന് പറയുന്നത് ഒന്ന് വളരെ ഈസി ആയിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഒരു ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ആണ് അതിന്റെ കൂടെ കിട്ടുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കൂടുതൽ റിവിഷൻ അതിന്റെ കൂടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സമയം ഓർത്തിരിക്കാൻ നിങ്ങൾ നോട്ട് ഉണ്ടാക്കുന്നതിലൂടെ പറ്റുന്നതാണ്. അപ്പൊ നിർബന്ധമായിട്ട് നോട്ട് ഉണ്ടാക്കണം. നോട്ട് വളരെ ഷോർട്ട് ആയിരിക്കണം. നോട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനെങ്കിൽ കൂടി നോട്ട് ഉണ്ടാക്കാൻ വിട്ടുപോകരുത്. നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡേൺ ഹിസ്റ്ററി സ്പെക്ട്രം നിങ്ങൾ കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞു. അത് നിങ്ങളുടേതായ ഇപ്പൊ 10-800 പേജ് ഉണ്ട്, അത് നിങ്ങളുടേതായ 200 പേജ് ആക്കി ഷോർട്ട് നോട്ടാക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും റിവിഷൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ പേജ് കംപ്ലീറ്റ് റിവിഷൻ ചെയ്യാൻ പറ്റും. അതേസമയത്ത് 800 പേജ് നിങ്ങൾക്ക് എപ്പോഴും എടുത്ത് റിവിഷൻ ചെയ്യാന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നോട്ട് ഉണ്ടാക്കുക എന്നുള്ള പ്രിപ്പറേഷന് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്, ഒരു പോയിന്റ് ആണ്. കാരണം നിങ്ങൾ എത്ര പഠിക്കുന്നതല്ല, പഠിക്കുന്ന കാര്യങ്ങൾ എത്ര പ്രാവശ്യം റിവിഷൻ ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ്. ഞാൻ എല്ലാ എന്റെ പോയിന്റുകളിലും ടോപ്പിക്കുകളിലും ഒക്കെ ഞാനത് പറയാറുണ്ട്. അപ്പൊ റിവിഷൻ നിങ്ങളുടെ പ്ലാനിങ്ങിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഉണ്ടാവണം. അത് ഡെയിലി റിവിഷൻ ഉണ്ടാവണം, വീക്കിലി റിവിഷൻ ഉണ്ടാവണം, മന്ത്ലി റിവിഷൻ ഉണ്ടാവണം, വിട്ടുപോകരുത്. ഓക്കെ, ഈ രീതിയിൽ റിവിഷൻ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളെ പഠനം എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. അതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു കാര്യമാണ്. നിങ്ങൾ ചുമ്മാ പഠിച്ചു പോകുന്നതിലപ്പുറം
കൺസിസ്റ്റൻസി ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടുമ്പോൾ അന്ന് നിങ്ങൾ പഠിക്കുന്നു എന്നല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. നിങ്ങളിപ്പോ ഒരു ദിവസം 5 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നുള്ളൂ, അത് മതി. പക്ഷേ നിങ്ങൾ 5 മുതൽ 6 മണിക്കൂർ വരെ, ഒരു 6 മണിക്കൂർ ഒരു ദിവസം അയാൾ പഠിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. പക്ഷെ ആ 6 മണിക്കൂർ എല്ലാ ദിവസവും, വീക്കിലി 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ആണെങ്കിൽ എന്ത് ചെയ്യണം, 7 ദിവസം നിങ്ങൾ 6 മണിക്കൂർ പഠിക്കണം. അതാണ് കൺസിസ്റ്റൻസി. അല്ലാതെ ഇന്നൊരു ദിവസം 15 മണിക്കൂർ പഠിച്ച്, നാളെ 2 മണിക്കൂർ പഠിച്ച്, മറ്റന്നാൾ 8 മണിക്കൂർ പഠിച്ച്, എന്നിട്ട് ഇത് പഠിക്കുന്നില്ല, ഇതേ രീതിയിലാവരുത് നിങ്ങളെ പഠനം. പഠനം ഒരു നിശ്ചിത സമയം നിങ്ങൾ കണ്ടെത്തുക. ഒരുപാട് ടൈറ്റ് ആക്കണ്ട, ഒരു റിലാക്സ് ആയിട്ടുള്ള ഒരു പഠന സമയം കണ്ടെത്തുക. അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, എല്ലാ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുക. കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ പെർസിവറൻസ് എന്നുള്ളതാണ്. പെർസിവറൻസ് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥിരോത്സാഹം ഉണ്ടാവണം. ഇന്ന് പഠിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ദിവസം പഠിക്കുന്നു, പിന്നെ മടുത്ത് നമ്മൾ വേറെ ഫീൽഡിലോട്ട് വിടുന്നു, പിന്നെ ഒരു ആവശ്യം വരുന്നു, പിന്നെ ഇതിലേക്ക് വരുന്നു, അതുകൊണ്ട് സർവീസ് നേടുക എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം ഒരു സ്ഥിരോത്സാഹം, പെർസിവറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം സ്ഥിരോത്സാഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനും ആ ഒരു മോട്ടിവേഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ഈ മെഡിറ്റേഷൻ സമയത്തൊക്കെ നമ്മുടെ ഗോൾ നമ്മൾ എന്ത് ചെയ്യുക, മൈൻഡിലൂടെ കൊണ്ടുവരിക. മൈൻഡിലൂടെ നമ്മളൊന്ന് ഗോൾ, ഒന്ന് സ്വപ്നം കാണാൻ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങളുടെ സ്വപ്നം, നിങ്ങൾ സ്വപ്നം നേടിക്കഴിഞ്ഞാലുള്ള അതിന്റെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും നിങ്ങളൊന്ന് മൈൻഡിലൂടെ റിമൈൻ ചെയ്യിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഒരു പെർസിവറൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സെൽഫ് മോട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന IAS കിട്ടിയ അനുഭവങ്ങളും ലബിസ്റ്റിന്റെ മസൂറിന്റെ പിക്ചറൊക്കെ ഒട്ടിച്ച് വെക്കുക. അങ്ങനെയൊക്കെ മോട്ടിവേഷൻ നിങ്ങൾക്ക് നേടാം. അത്തരത്തിൽ കൺസിസ്റ്റൻസി ആൻഡ് പെർസിവറൻസ് സർവീസ് നേടുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വിട്ടുപോകരുത്. ഓക്കെ, അതാണ് നാലാമത്തെ എനിക്ക് ഇമ്പോർട്ടന്റ് ആയി തോന്നിയ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒരു മെന്റർ ഞാൻ എപ്പോഴും പറയുന്നത്, പലപ്പോഴും പല ആളുകളും ഇപ്പൊ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന ആളുകളാണെങ്കിലും സ്വന്തമായിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിലും അതല്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ എന്താണ്, പലപ്പോഴും മെന്റർഷിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയോ പഠിക്കുന്നുണ്ടാവും. പക്ഷെ പഠിച്ച കാര്യങ്ങൾ എപ്പോഴും ട്രാക്കിലാണോ എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് ഒരാളെ സഹായം ആവശ്യമാണ്. ഒന്ന്. രണ്ടാമതായിട്ട് നിങ്ങൾ ആൻസർ റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാൻ ഒരാളെ ആവശ്യമാണ്. മൂന്നാമത് പറയുന്നത് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി ഒരാളെ പല സമയത്ത് ആവശ്യമായിട്ട് വരും, ഡിമോട്ടിവേറ്റ് ആവുന്ന സമയത്ത്. ഇത്തരത്തിൽ എല്ലാ സമയത്തും നിങ്ങൾ വ്യക്തമായ കാര്യങ്ങളാണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിനുമായി അനുസൃതമായ നിർദ്ദേശങ്ങൾ നൽകി നിങ്ങൾ എപ്പോഴും ട്രാക്കിലൂടെ കൊണ്ടുപോകാൻ ഒരു മെന്ററെ സഹായം നിങ്ങൾക്ക് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ മറ്റൊരു പോയിന്റിലും പറഞ്ഞതാണ്, മെന്റർ ആയിട്ട് നിങ്ങൾക്ക് സർവീസ് കിട്ടിയ ആളുകളെയോ അല്ലെങ്കിൽ UPSC ഇന്റർവ്യൂ ഒക്കെ എത്തിയ ആളുകളെയോ അല്ലെങ്കിൽ അത് ടീച്ചിങ് നടത്തുന്ന ആളുകളെയൊക്കെ നിങ്ങൾക്ക് എന്ത് ഉപയോഗപ്പെടുത്താം. എങ്കിലും ഒരു മെന്റർ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. മെന്റർ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എടുത്തു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ആളുകൾ എന്ത് ചെയ്യാം, മെന്റർ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഒട്ടും UPSC കുറിച്ച് ഐഡിയ ഇല്ലാത്ത ആളുകളെ മെന്റർ ആക്കാതിരിക്കാണ് നല്ലത്. കാരണം അവർ തെറ്റായ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിർദ്ദേശം തരാം സാധ്യത ഉണ്ട്. അതിന് പ്രിപ്പറേഷൻ എന്താണ് തെറ്റായി പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരാളെ എന്ത് ചെയ്യാം, മെന്റർ ആക്കി എടുക്കുക. ഇത് ഇത്രയും ആളുകൾ നിങ്ങൾക്ക് മെന്ററായി കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യാം, നിങ്ങൾക്കുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയും. അപ്പൊ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് പഠിക്കാവുന്നതാണ്. ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം IMP എന്ന് പറയും. ഓക്കെ, നിങ്ങൾക്ക് കംപ്ലീറ്റ് മെന്റർ ആയിട്ട് ഞാൻ ഡയറക്റ്റ് ആണ് കുറച്ച് പേർക്ക് മെന്റർഷിപ്പ് തരുന്നത്. IAS KS പ്രിപ്പറേഷൻ ചെയ്യുന്നവരൊക്കെ മെന്റർഷിപ്പ് കിട്ടും. അതോ അതിന്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് മെന്റർ ആൻഡ് മോട്ടിവേറ്റർ ആണ്. സ്ട്രാറ്റജി ഓറിയന്റഡ് മെന്ററിംഗ് നടക്കുന്നത്. വീക്കിലി 1-to-1 മെന്ററിംഗിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഉണ്ട്, ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് ഉണ്ട്, വീക്കിലി മന്ത്ലി പ്ലാനിങ് ടാർഗറ്റ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് തരുന്നുണ്ട്. സബ്ജക്ട് വൈസ് റിവിഷൻ ഷെഡ്യൂൾ കിട്ടുന്നുണ്ട്. ഓൺലൈൻ ഓഫ്ലൈൻ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മെന്ററിംഗ് നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ ഇന്റൻസീവ് ആയിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പഠനം കറക്റ്റ് റൂട്ടിലാണോ എന്ന് ഉറപ്പുവരുത്തുന്ന ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെയുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെട്ടാവുന്നതാണ്. അതാണ് അഞ്ചാമത്തെ കാര്യം, മെന്ററിംഗ്. അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് ഇമ്പോർട്ടൻ്റ് മറ്റൊരു പോയിന്റ് ആണ്, ആറാമത്തെ ഒരു ബോണസ് പോയിന്റ്, മെയിൻറ്റെയിൻ മോട്ടിവേഷൻ ആൻഡ് എനർജി. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു രീതിയിൽ മോട്ടിവേഷൻ കിട്ടിയിട്ട് ഈ പ്രിപ്പറേഷനിലേക്ക് വന്നിട്ടുണ്ടാവാം, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ മോട്ടിവേഷൻ നഷ്ടപ്പെടുന്നു. അപ്പൊ നിങ്ങൾ പഠനം വീക്ക് ആവുന്നു. ആ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും നമ്മൾ ആ മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ആ മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഡെയിലി എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ 5 മിനിറ്റോ നിങ്ങൾ മനസ്സിലൂടെ എന്ത് ചെയ്യുക, നിങ്ങളിപ്പം പഠിക്കുന്നതും നല്ല ഉഷാറായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതും എന്നിട്ട് സർവീസ് കിട്ടുന്നതും സർവീസ് കിട്ടിയിട്ടുള്ള അതിന്റെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളും അതിനുശേഷം നിങ്ങൾ IAS ആയിട്ടോ IPS ആയിട്ടോ മറ്റുള്ള ഓഫീസർ ആയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ജില്ലയിലോട്ട് നാട്ടിലോട്ടൊക്കെ വരുന്നത് സ്വപ്നം ഡെയിലി കാണാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബോറായി തോന്നുമെങ്കിലും കുറച്ച് ദിവസങ്ങൾ അത് കാണുമ്പോൾ ഒരു ദിവസം നിങ്ങൾ അത് രാവിലെ ആ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ ദിവസം മൊത്തം നിങ്ങൾ പഠിക്കാനുള്ള ഒരു എനർജി ഉണ്ടാവും. നിങ്ങൾ അറിയാതെ ഒരു എനർജി കിട്ടും. ആ ഒരു മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് ഉണ്ടായാലും നമുക്ക് പഠനം നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ടോപ്പേഴ്സിന്റെ എക്സ്പീരിയൻസുകളും അവരുടെ വീഡിയോസ് ഒക്കെ ഇടയ്ക്കൊന്ന് എടുത്ത് കണ്ടു നോക്കാം. അതുപോലെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുക. മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ്ങിലൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം.
ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ആ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം, വിട്ടുപോകരുത്. ഓക്കെ. പിന്നെ പരാജയങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അതൊന്നും നമ്മുടെ ഡിമോട്ടിവേറ്റ് ചെയ്യിക്കുന്ന കാര്യമാവരുത്. നമ്മളെ നെഗറ്റീവായിട്ട് പല ഫീഡ്ബാക്കും തരുന്ന ആളുകളും ഉണ്ടാവും. അതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ഡിമോട്ടിവേറ്റ് ചെയ്യിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ആറാമത്തെ എനിക്ക് ഇമ്പോർട്ടന്റ് ആയി തോന്നിയ മറ്റൊരു കാര്യം. അപ്പം ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാവണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് UPSC ക്രാക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അങ്ങനെ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ KS തുടങ്ങിയ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്കൊരു PCM ബാച്ച്, പ്രിലിംസ് കം മെയിൻസ് ബാച്ച് നടക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഏറ്റവും ബേസിക് ആയി മുതൽ തന്നെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ 50% ഓഫറിൽ ഇപ്പൊ 10,000 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിസാറ്റ് ബുദ്ധിമുട്ടുള്ള ആൾക്ക് ഒരു 1 ഇയർ സിസാറ്റ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇവിടെയുള്ള നമ്പറോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവർക്കും അവരുടെ പഠനം ഉഷാറാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും ബൈ.